ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾഫുൾ സ്റ്റോറീസ്. ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് മൈ ഡിയറസ്റ്റ് നെമിസിന്റെ എപ്പിസോഡ് 2 പാർട്ട് 1 ആയിട്ടാണ് കേട്ടോ. എപ്പിസോഡിന്റെ ലാസ്റ്റ് എന്താണ് കണ്ടത്? കഴിഞ്ഞ എപ്പിസോഡിന്റെ നമ്മുടെ ബങ്സുവും തമ്മില് ഒരു എൻകൗണ്ടർ ഉണ്ടാവാണ്. രണ്ടുപേരും ഇങ്ങനെ കണ്ണും നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിലിങ്ങനെ പറയുന്നുണ്ട് പെറുവേട്ടൻ പറയേ. അപ്പൊ പറയും, ഞാനോ പെറുവേട്ട്? നീയാണ് പെറുവേട്ട്. ഓളിന്ന് നോക്കിയതും പോരാ, ഞാനാണ് എവിടെ ഇരിക്കുന്നത്. പിന്നെ കാണാം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവള് ചോദിക്കും, നീയാണോ ഡയറക്ടർ? അപ്പൊ ഇവൻ പറയും, ആ ഞാൻ പെറുവേട്ടും സഹിക്കുന്നല്ല, ഞാൻ അവിടുത്തെ ഡയറക്ടറാന്ന് പറയും. എന്നിട്ട് ഇവൻ പറയും, ഇപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ മുമ്പ് ശരിക്കും കണ്ടിട്ടുണ്ട്. പുള്ളിനെ ചിരിച്ചിട്ട് ഹാന്ന് ചിരിക്കുമ്പോ പറയും, അത് ഞാൻ തമാശയില്ല. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് പറഞ്ഞു, അതെ സാർ, നമ്മള് മുമ്പ് കണ്ടതൊക്കെ നമുക്ക് മറന്നു കളയാം. ഞാൻ അപ്പൊ പറഞ്ഞതൊക്കെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് നമുക്കത് മറന്നു കളയാം. അപ്പം പറയും ഓക്കെ. അപ്പോൾ എത്ര പെട്ടെന്നോ? അപ്പം പറയും, ആ ഓക്കെ, ഞാനിത് മറന്നു കളയാം. പക്ഷെ അന്ന് നീ കണ്ടത് മുഴുവനും നീയും ആരോടും പറയുകയും ചെയ്തിട്ട് നീയും അത് മറന്നു കളയണം. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. എന്നിട്ട് ടേക്സ് പറയും, ഞാനിത് വാച്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എവിടെയെങ്കിലും പോയി പറഞ്ഞത് ഞാൻ അറിഞ്ഞാലുണ്ടല്ലോ. കാണിക്കുന്നത് നമ്മുടെ ഡേക്സും സിയോ ഉണ്ടല്ലോ കൂട്ടുകാരൻ, അവളുടെ അടുത്ത് വന്നിട്ട് ഈ കഥ മുഴുവൻ റിപ്പീറ്റ് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഇവള് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു ബാഡ് സെൻസ് അടിക്കുന്നുണ്ട്. സിജി പറയും, അങ്ങനൊന്നും ആയിരിക്കില്ല, അവൻ ചിലപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിരിക്കും, അവനൊരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങാൻ താല്പര്യമുണ്ടാവായിരിക്കും, അതുകൊണ്ടായിരിക്കും അതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ പറയും, അല്ലടാ, കാര്യമായിട്ട് എന്തോ നടക്കാൻ പോണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. സിയ പറയും, എടാ പിന്നത്തെ കാര്യമല്ലോ, നീ അത് ഇപ്പൊ ആലോചിക്കാം. ഇപ്പൊ നീ അതിനെ പറ്റി ടെൻഷൻ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇവൾക്ക് സിയക്ക് മെയിൻ പണി ഇവൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതാണെങ്കിൽ നല്ല രണ്ട് കറിയും നല്ല കഴിച്ചു. എനിക്കാണെങ്കിലോ ക്രാബ് കറി രണ്ട് കറി എന്ന് പറഞ്ഞാണ്ടല്ലോ, എന്റെ ജീവൻ വരെ ഞാൻ കൊടുത്ത ഇഷ്ടമാണ്. ഇത് കണ്ടിട്ട് നല്ല പുതിയ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവള്, ആ ശരിയാ, ഈ ഡയറക്ടറെ പറ്റി ഞാനിവിടെ ചിന്തിക്കുന്നത്. അപ്പൊ ചേടാന്റെ കാറിന്റെ റിപ്പയറോ? അപ്പൊ സിയ പറയും, അത് കൊണ്ടുപോയി തൂക്കി വിൽക്കുവന്നെ. സീനിൽ കാണിക്കുന്നത് ഈ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഇവരങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഞങ്ങളെ മര്യാദയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാനായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ഡയറക്ടർ. പിന്നെ ഞാൻ നമ്മുടെ കമ്പനീനെ ഭയങ്കര പുകഴ്ത്തി ജനങ്ങളൊക്കെ പറയും, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് അവൻ പറയും, ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ കമ്പനിയുടെ ടീം ലീഡർ ബേക്സ് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണെന്ന്. പക്ഷെ പുള്ളിക്കാർക്ക് ഒരു നിക് നെയിം ഇട്ടെന്ന് കേട്ടിട്ടല്ലോ, എന്നിട്ട് ഡയറക്ടർ കില്ലർന്ന്. എന്നിട്ട് ഇവൻ പറയും, ഞാൻ പണ്ടത്തെ ഡയറക്ടേഴ്സിനെ പോലെയല്ല, എന്നോട് കളിച്ചു കഴിഞ്ഞാൽ നീ തോറ്റു പോവുകയുള്ളൂ. അത് മാത്രല്ല ഈ കമ്പനിയിൽ പുറത്താവും കൂടി ചെയ്യും കേട്ടോ. പാക നാണക്കേടാവുന്നതിന്റെ സീന് കാണിക്കുന്നത് ഇവന്റെ ക്യാബിനാണ് കേട്ടോ. ഇവന്റെ സെക്രട്ടറി ഉണ്ടല്ലോ ആ ലേഡി ഇങ്ങനെ വന്നിട്ട് പറയും, അടിപൊളി ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവള് ഒരു കോഫി കൊടുക്കും. എന്നിട്ട് പറയും, നീ ഇന്ന് ടയേർഡല്ലേ, അതുകൊണ്ട് നീ സ്ഥിരം കൊടുക്കുന്ന എക്സ്പ്രസോ കോഫി. എക്സ്പ്രസോ എന്ന് ബേസിക്കലി ഭയങ്കര കയ്പാണ്. എന്നിട്ട് ഇവള് പറയും, ഞാൻ നീ ഇന്ന് ടയേർഡ് ആയതുകൊണ്ട് കുറച്ച് ട്രിപ്പിൾ ഷോട്ടാണ് പറയട്ടോ, നിന്റെ ഫേവറേറ്റ് ആണ് പറയുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ കുടിച്ചിട്ട് പറയും, സൂപ്പർ പെർഫെക്റ്റ് പറഞ്ഞിട്ട് ആ ലേഡിനോട് പൊക്കോളും പറയും കേട്ടോ. എന്നിട്ട് ആ ലേഡി പോകുമ്പോ ഇവരിങ്ങനെ കഴിച്ചിട്ട്, ഓ എന്തിട്ട് സാധനാണത്, ഇങ്ങനത്തെ ഊള ഡ്രിങ്ക്സിനെതിരെ എഗെയിൻസ്റ്റ് ഒരു ലോ തന്നെ കൊണ്ടുവരാൻ കാണിക്കുന്നത്. നമ്മുടെ ബേക്സും പോലീസും കൂടെ ഇങ്ങനെ നടന്നു വരാണ് കേട്ടോ. ഇന്നത്തെ രാവിലെ ഉണ്ടായ സംഭവത്തിനെ പറ്റിയൊക്കെ പറയണേ. അപ്പൊ അത് ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നത്തെ മീറ്റിംഗ് നല്ലപോലെ പോയില്ലേ? ഇങ്ങനെ ആലോചിക്കും, ഇവളാണെങ്കിൽ പെർവേർട്ട് സൈക്കോ എന്നൊക്കെ കൂടി വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഇവനെ. അങ്ങനെ ഇവർ നടന്നു വരുമ്പോഴാണ് ആ സെക്രട്ടറി ഇവന്റെ ടീം മെമ്പർ പറയും, നമ്മുടെ ഡയറക്ടർ ഇവര് പറയും, നിങ്ങൾ ഓഫീസിൽ പോയപ്പോ ഞാൻ വീണ്ടും പറയട്ടോ. എന്നിട്ട് ഇവരാണെങ്കിൽ ഒരു വലിയ ലാറ്റ് ഇങ്ങനെ നല്ല അടിപൊളി കോഫി ലാറ്റയുടെ മുന്നിലിരുന്ന് വെള്ളമൊക്കെ കേട്ടോ. അപ്പൊ ഇവള് പെട്ടെന്ന് പറയും, നിനക്കിത് ഇഷ്ടാണോ? എനിക്കിത് ഇഷ്ടമാ, ഞാൻ എനിക്ക് വാങ്ങിത്തരാന്നറിയേ. അപ്പം പറയും, ഞാനിതൊന്നും കുടിക്കാറില്ല, ഞാൻ എക്സ്പ്രസോ മാത്രമേ കുടിക്കാറുള്ളൂ. ഇവനിങ്ങനെ ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോഴായിരിക്കും ഏതോ ഒരു ടോയുടെ, ഒരു ഗെയിം ടോയുടെ ലിമിറ്റഡ് എഡിഷൻ സ്ട്രീറ്റിൽ കിട്ടുന്നത് കാണട്ടോ. ഇവൻ ഓടിച്ചെന്ന് അത് എടുക്കാൻ നേരത്ത് സ്പെക്സും ഷെയ്ഡ്സ് ഒക്കെ വെക്കുന്നുണ്ട്. ആളുകൾ തെറ്ററിയില്ല. ഇങ്ങനെ അക്രോസം പഠിച്ചിട്ട് ഇങ്ങനെ ഓടി ചെന്ന് എടുക്കാൻ നേരത്തെ ഒരു കുട്ടി അതിപ്പോ അപ്പൊ തന്നെ തട്ടിപ്പറിക്ക്. എന്നിട്ട് ഇവര് രണ്ട് തമ്മിൽ ഭയങ്കര പിടിവലിയാവൂട്ടാ. എനിക്ക് തായോ എനിക്ക് തായോ, എനിക്ക് വേണം പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ പിന്നില് ബേക്സ് വരും. ബേക്സ് വെച്ച്, നിങ്ങൾക്ക് അവിടെ ചെയ്യുന്നത്? അപ്പൊ എനിക്കറിയാം, നീ എന്തെന്നെ ഫോളോ ചെയ്യണം. അപ്പോൾ പറയും, എനിക്കൊരു പാർസൽ വന്നിട്ടില്ല, ഞാൻ അത് വാങ്ങാൻ വന്നതാ, എനിക്കുള്ള ടോയ്സ് ഇഷ്ടമാണ്. അപ്പൊ ഒരാളെങ്ങൾക്ക് വേണമെന്നുണ്ട്, ഡെസ്പെറേറ്റ്ലി ആണ് ഭയങ്കര വേണമെന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയും, അതെ, ഈ കുട്ടിക്ക് ഇത് ഭയങ്കര ആഗ്രഹം വേണം, അതുകൊണ്ട് ഞാൻ ഇവനെ കൊടുക്കണം, ഇവന് വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പാവം ആ കുട്ടിക്ക് തിരിച്ചു കൊടുക്കുന്നത്. പാവം നമ്മുടെ ധനിച്ചു എന്ത് ചെയ്ത് വാങ്ങി കൊടുക്കട്ടോ. അവന് നല്ല സങ്കടമുണ്ട്. എന്നിട്ട് ആ ടോയ്ക്ക് റൂമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നടന്നു പോകാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ചേട്ടാ ഞാൻ എന്റെ
എന്റെ ശരിക്കുള്ള സ്വഭാവം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഹൈഡ് ചെയ്തിട്ട് ഇവൾ ഓൾറെഡി 3 പ്രാവശ്യം അത് കണ്ടുപിടിച്ചു. ഇവളെ ഇനി സൂക്ഷിക്കണം. ഇവൾ ഓൾറെഡി ലെവൽ 2ലേക്ക് എത്തി. ഇനി ഇവളെ എലിമിനേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ഇവന് ഇത് അവന്റെ സെക്രട്ടറിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സെക്രട്ടറി പറയും അതെന്താ? അപ്പൊ ഇവൻ പറയും അല്ല അവളുടെ നിക്നെയിം അറിയാലോ. അപ്പൊ സെക്രട്ടറി പറയും അത് ശരിയാണ്, പക്ഷെ അതൊക്കെ ഒന്നും അവളുടെ ഫോൾട്ട് കൊണ്ടല്ല അവരൊക്കെ പോയത്. വിളിച്ചു പറയൂ അതൊക്കെയാണ്, പക്ഷേ അവള് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ സെക്രട്ടറി ടാലന്റഡ് അല്ലേ. അപ്പൊ ഇവൻ പറയും അതൊക്കെയാണ്, പക്ഷെ എന്താണെങ്കിലും അവളെ എലിമിനേറ്റ് ചെയ്തേ പറ്റൂ. അല്ല നിങ്ങൾ എന്താ എന്റെ ജഡ്ജ്മെന്റിനെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം? നിനക്ക് തോന്നുന്നുണ്ട് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അവളെ ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നത്? അപ്പൊ സെക്രട്ടറി അതൊന്നല്ല, ഇയാൾക്ക് കമ്പനിയുടെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാം. അപ്പോ ഇവിടെ ഈ ലേഡി പറയും പക്ഷെ നമുക്ക് എന്ത് പറഞ്ഞ എലിമിനേറ്റ് ചെയ്യും, കാരണം വെറുതെ ഒരു അൺഎക്സ്പെക്ടഡ്ലി ടെർമിനേറ്റ് അവൾ എന്താണെങ്കിലും ചോദ്യം ചെയ്യും. അപ്പൊ പറയും പേടിക്കണം, ഞാൻ തന്നെ അവളെ കൊണ്ട് ഈ കമ്പനിയെ ഒഴിവാക്കിച്ചുകൊണ്ടെന്ന് പറയട്ടോ. പിന്നെ കാണുന്നത് ഒരു മീറ്റിംഗ് റൂമാണ്. മീറ്റിംഗ് റൂമിൽ ഇവരാണെങ്കിൽ ഇവൾക്ക് ഇട്ടിട്ട് ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഇവര് രണ്ടുപേരും ഭയങ്കര ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്, ഇവിടെ നല്ല ടാലന്റഡ് ആണല്ലോ. ഇവൻ പറയുന്നതൊക്കെ ഇവള് തിരിച്ച് മറുപടി പറയുന്നുണ്ട്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സെക്രട്ടറി പറയും അവള് അടിപൊളിയാണ് കേട്ടോ, ഇത് പ്രിപ്പയർഡ് ആണല്ലോ. അപ്പൊ പറയും എന്തൊക്കെയാണെങ്കിലും അവൾ എന്റെ ടാർഗറ്റ് ആണ്, ഞാൻ അവളെങ്ങനെ നശിപ്പിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പേപ്പർ ഇങ്ങനെ ചുരുട്ടുന്നുണ്ട്. പിന്നെ വാഷ്റൂമിൽ എത്തിട്ടോ. വാഷ്റൂമിൽ എത്തുമ്പോൾ ലേഡി ഇങ്ങനെ പറയും എന്താണെങ്കിലും നല്ല അടിപൊളിയായി മീറ്റിംഗ് ചെയ്തു. കാര്യം ഈ സ്വഭാവം കാരണം മൊത്തം പെണ്ണുങ്ങൾക്ക് കുറച്ച് ചീത്തപ്പേരുണ്ട് ഈ ഓഫീസില്. പക്ഷെ ഇന്നും ചെയ്തത് നല്ല കാര്യമാണ്. അപ്പൊ അയാളുടെ ബേക്ഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ ദേഷ്യം അറിയും അതെ കാര്യം നീ ചെയ്യുന്നതൊക്കെ തന്നെയാണ്, പക്ഷെ ഈ വർത്തമാനം പറഞ്ഞപ്പോൾ ഞാൻ അത് എന്റർടൈൻ ചെയ്യുന്നു. പിന്നെ നീ എന്താ പറഞ്ഞ ഞാൻ പട്ടീനെ പോലെയാണ്. അതെ നീ നിന്റെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ കല്യാണം വേണ്ടെന്ന് വെച്ചല്ലോ. അപ്പൊ ഞാനും നിങ്ങൾക്ക് എന്താ പറയാ കണക്ക് തന്നെയാണ് ഒരു തരത്തിൽ പറയുന്നില്ല. നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തുന്നത്. പിന്നെ എന്നെ ഫയർ അയക്കാന്ന് ആരും വിചാരിക്കും, കാരണം എന്റെ ആത്മാഭിമാനം അതിന് സമ്മതിക്കില്ല. അപ്പൊ ഈ അമ്മച്ചി പറയും ഓക്കെ കാണാം, നീ നിന്റെ സെന്റർ പാർട്ടിനെ ഇൻവൈറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഇവിടെ കാര്യമായി ഡയലോഗ് അടിച്ചെങ്കിൽ ഇവിടുത്തെ ആകെ ഒരു ഡൗട്ടുകൾ പറയിച്ചതാ ഇനി മൊത്തത്തിൽ ഒരു 10 ദിവസമാണല്ലോ. എന്റെ ഫ്രണ്ട് കിഡ്നിയാണ് കേട്ടോ. അവൻ ഇച്ചിരി ക്ലബ്ബാണ്. അപ്പൊ അവന്റെ കൊളീഗ് ഉണ്ട് ഒരു സുന്ദരി പെൺകുട്ടി, നാനാന്നാണ് പേര്. നാന അങ്ങനെ ലിസ്റ്റ് ഇറങ്ങുമ്പോൾ നൈസായിട്ട് ട്യൂൺ ചെയ്തിട്ട് കോഫിക്കൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. കിമ്മാണ് കേട്ടോ. കിമ്മ് ഒരു റെസ്റ്റോറന്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ഇത്തിരി ഫ്ലോട്ടി ആണല്ലോ. അപ്പൊ അവിടുത്തെ ഒരു ലേഡിയുടെ സ്റ്റാഫിനോട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് ഗേൾ ഫ്രണ്ട് രക്ഷിക്കുന്ന പറയുന്നത് അവൾക്ക് വരികയും പറയാം. അപ്പോഴാണ് ഒരു പെണ്ണ് കടന്നു വരുന്നത്. ഗേൾ ഫ്രണ്ടാണ്. അവിടെ എന്താണെന്നോട് ചിരിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത് സത്യം. അവൾക്ക് ഇത്തിരി സംശയമുണ്ട്. ഇവൻ അങ്ങനെ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ ഉന്നയിപ്പിക്കുന്നുണ്ട് കാണിക്കുന്നത്. നമ്മുടെ ദേഷ്യം കൊളീഗ്സ് ഒക്കെ കൂടി ഇന്നത്തെ ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പൊ അവരിങ്ങനെ രാവിലെ മീറ്റിംഗിൽ ഉണ്ടായ സംഭവമൊക്കെ പറയുമ്പോൾ ഒരുത്തർ പറയുന്നുണ്ട് എനിക്കൊരു കാര്യം അറിയും, ഞാൻ റൂമിൽ പെട്ടോ. അപ്പോൾ എന്ത് റൂമർ എന്ന് പറയുമ്പോഴേക്കും ഇവർ കയറി വരും കേട്ടോ. ഇവരാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിന്റെ വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്യും. അപ്പോൾ അതേന്ന് പറയട്ടോ. പിന്നെ കാണാം ബേക്സും ഇവനും കൂടി ഇരുന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇവൻ വീട്ടിൽ വെച്ചെടുക്കുമ്പോൾ പറയും ഇത് ഭയങ്കര ഫാറ്റ് ആണ്. പിന്നെ ഡ്രിങ്ക്സ് കഴിക്കാൻ സമയത്ത് പിന്നെ കാണാൻ 2 പേരും മത്സരിച്ച് ഡ്രിങ്ക്സ് കഴിക്കാണ്. അത് കഴിച്ച് വൈകി കേട്ടോ. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഇത് ഇങ്ങനെ ഇവരുടെ സെക്രട്ടറി എനിക്കാൻ പോകുമ്പോ അവര് ചോദിക്കും നല്ല പോസ്റ്റ് ചെയ്യും. അപ്പൊ സെക്രട്ടറി ഞാനാണ് ഇതുവരെ ഇങ്ങനെ കുറിച്ച് കണ്ടിട്ടില്ല, അവനാണ് തന്നെ നോക്കിക്കോളും, ഞാനിങ്ങനെ പോസ്റ്റ് അപ്പോഴേക്കും പിന്നെ കാണാൻ എല്ലാവരും പോയിട്ടോ. ഇവരാണെങ്കിലോ കുടിച്ചിട്ട് അപ്പൊ ഇവള് വീണ്ടും പൊട്ടിപ്പൊട്ടിക്ക് പോകും പറയും എന്തിനാ കഷ്ടപ്പെടുന്നത്, നിനക്ക് വേണ്ടെങ്കിൽ നിർത്തിപ്പോ എനിക്ക് വേണം. അപ്പൊ ഇവിടെ പറയും അതെ എനിക്കറിയാം നിനക്ക് എന്തോ എന്നോട് കാര്യം ദേഷ്യപ്പെട്ട ആ ആക്സിഡന്റിനെ പറ്റിയാണെങ്കിലും പിന്നെ എന്നോട് ഇവിടെ ദേഷ്യം കാണിക്കും. അപ്പൊ പറയും അതൊന്നും അല്ലാന്ന് പറയട്ടോ. അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം എനിക്ക് പണ്ടേ ഉള്ള സ്വഭാവമാണ്, എന്നാരെങ്കിലും അറ്റേക്ക് ചെയ്താലും ഞാൻ അവരെ തിരിച്ച് നല്ല പോലെ തിരിച്ചെത്തും. അതുകൊണ്ട് നീ എന്നെ എന്ത് കാണിച്ചാലും ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്യും. കാര്യം നിനക്കത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പൊ പറയും പക്ഷെ അത് അങ്ങനെയല്ല, ഒരു കോഴ്സിനും ഹാർഡ് വർക്കിംഗ് എംപ്ലോയീസിനെ ഇഷ്ടമില്ലാന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പറയും എന്റെ ബോസുമാർക്കൊക്കെ എന്നെ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പൊ പറയും അത് വീക്ക് പീപ്പിളില് എപ്പോഴും സ്ട്രോങ് മനസ്സിനെ ഇഷ്ടപ്പെടുക, അതാണ് സംഭവം. എന്നിട്ട് നമ്മുടെ ലഞ്ച് പറയും ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ ബോസൊന്നുമില്ല. എന്റെ ഒരു കാര്യം ഇതിന് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ നീ ഭയങ്കര ഡേഞ്ചറസ് ആണ്, അതുകൊണ്ടാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. കൂടെ പറയും അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ പറയും കാരണം നീ ഒരു കിംബോപ്പാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഈ മനസ്സിലായി. അപ്പൊ പിന്നെ കാണാൻ കുറെ ക്യൂട്ട്നെസ് വാരി എറിയപ്പെട്ടു. യൂഷ്വലി ഇങ്ങനെ കേട്ടാമസിന്റെ പെൺകുട്ടികളാണ് കുടിച്ചു കഴിഞ്ഞാല് ഓവറാവുന്നത്. ഇതൊക്കെ നേരെ തിരിച്ചാണ് ഭയങ്കര ക്യൂട്ട്നെസ് കാണിക്കുന്നുണ്ട്. ഇന്നത്തെ സീനിൽ കാണിച്ചെന്ന് വെച്ചാല് ഇവന്റെ ഫ്രണ്ട് ഉണ്ടോ കിം.
അവന് ഒരു ഇൻസ്റ്റാഗ്രാം ഇട്ട് നോക്കുമ്പോഴാണ് ഇവളുടെ ഫ്രണ്ട് സോയി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ റെസ്റ്റോറന്റ് കാണുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ അത് കാണുമ്പോൾ അവനത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി വീണ്ടും ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചു ഓൾറെഡി ഉറങ്ങി ബംചുട്ടോ. ഇവള് വന്നിട്ട് സാർ വീട്ടിൽ പോയി കിടന്ന്. അപ്പൊ ഇവൻ ഉറക്കത്തില് പൊട്ടനെ ഇങ്ങനെ പറയുന്നത് എനിക്ക് മിൽക്ക് ചോക്ലേറ്റ് വേണം, ചോക്ലേറ്റ് മിൽക്ക് വേണം എന്നൊക്കെ. അപ്പൊ ഇവള് പറയുന്നത് ചേട്ടാ എനിക്കല്ലടാ പറഞ്ഞത് എക്സ്പ്രസോ മാത്രം മതി എന്ന്. എന്നിട്ട് പറയും അതൊക്കെ വീട്ടിൽ ചെന്ന് കുടിച്ചാൽ മതി പറയും. പിന്നെന്ത് ചെയ്യും, ഇവള് പിന്നെ കാണിച്ചിട്ട് ഇങ്ങനെ കാറി കയറ്റി വിടാണ്ട് എന്നിട്ട് ഇവന്റെ കയ്യിലൊരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിന്റെ ആ ഒരു ഇതും ബോട്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കെട്ടിപ്പിടിച്ചിട്ട് നമ്മുടെ ചെക്കൻ ഇരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണുന്നത്. ഇവനാണെങ്കിൽ ബോധം കിട്ട് ഉറക്കാണ്, വായനാട് ഈത്തായി ഒളിപ്പിച്ചിട്ടുണ്ട്, അതും നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് ഷർട്ടും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ചാടി എനിക്കെന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. ഇവൻ പറയും പാടി പാടി, എന്നിട്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നുണ്ട്. അവളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ഇവൻ പൊട്ടത്തരത്തിന് ഓരോന്ന് ചെയ്തിട്ട് പിന്നെ കാണുന്നത് ഇവനും ഗ്രാൻഡയും തമ്മിലൊരു മീറ്റിംഗ് ആണ്. ഓൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ പറ്റിയിട്ടാണ് കേട്ടോ, ഈ പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഗ്രാൻഡ് അങ്ങനെ പറയുന്നുണ്ട് ഓക്കെ, ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഡിസപ്പോയിന്റ് ചെയ്യില്ല മുമ്പത്തെ പോലെ. അപ്പൊ ഇവരിങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. മുസ്ലിം ഇവൻ ഗേറ്റിന്റെ പുറത്ത് നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഗ്രാൻഡ്മാ അത് നശിപ്പിക്കില്ലേ എന്നിങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്. ഏത് ഇവനാ ടീനേജ് പ്രായത്തിൽ ഇവളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത ആ ഒരു പ്രായത്തിലാണ്. അപ്പുറത്ത് നിന്നിട്ട് കത്തുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവനിങ്ങനെ മനസ്സിൽ പറഞ്ഞത് ഇല്ല ഗ്രാൻഡ്മ, ഞാൻ ഗ്രാൻഡ്മാനെ പണ്ടത്തെ പോലെ ഡിസപ്പോയിന്റ് ചെയ്യില്ലാണ്. അടുത്ത എപ്പിസോഡിൽ പാർട്ട് 2 കാണാണ്. ഇത് ഇത്തിരി ലെങ്തിയാണ് സംഭവം. നല്ല എല്ലാ ഇതിലും ഓരോ പോയിന്റുകളും നല്ല തമാശ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളി ഡ്രാമയാണ്. ഇത് ഫീൽ കിട്ടുന്ന നല്ല അടിപൊളി ഡ്രാമ.